ഉദ്ഘാടന വേദികൾക്ക് അരങ്ങുണരണമെങ്കിൽ അവിടെ ഹണി റോസ് തന്നെ വേണം. ഹണി റോസിൻ്റെ ഓരോ ലുക്കും ഭാവവും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറാൻ പിന്നെ അധിക കാലതാമസം ഉണ്ടാവില്ല. വേഷവിധാനത്തിൻ്റെ പേരിൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടും ഇനി താൻ സാരി ചുറ്റി വന്നാലും ആ തലയെടുപ്പിന് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് ഹണി റോസ് പല ആവർത്തി തെളിയിച്ചിട്ടുള്ളതുമാണ്. ഈ വർഷം ഹണി റോസിന് കേരളത്തിലെ ഉദ്ഘാടനങ്ങളുടെ എണ്ണം ഒരുപാടുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല എങ്കിലും വിദേശത്തും അന്യനാടുകളിലും ഹണിയെ അതിഥിയായി ക്ഷണിക്കുന്നവരുമുണ്ട്. ഹൈദരാബാദിലെ ഹസ്തിനപുരയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് ഹണി റോസ് അതിഥിയായി എത്തിയതിൻ്റെ വിശേഷം സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്തു വരികയാണ്. ഓറഞ്ച് നിറത്തിലെ തിളങ്ങുന്ന പട്ട് ചുറ്റിയ ഹണി റോസിനെ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചു. ഹണിയെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ആരാധകർ മലയാളികൾ തന്നെയാവണം എന്ന് തന്നെയില്ല, അതിന് ഹസ്തിനിപുരം നിവാസികളായാലും മതി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹണി റോസ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വിവരം ഒരു റീൽസ് വീഡിയോയിലൂടെ തെലുങ്ക് ഭാഷയിൽ അറിയിച്ചിരുന്നു. ആരാധകന്മാർ മാത്രമല്ല ആരാധികമാരും ഹണി റോസിനുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു ആരാധിക ഹണി റോസിൻ്റെ ഒപ്പം നിന്ന് പോസ്റ്റ് ചെയ്യുന്ന ചിത്രമാണിത്. പലർക്കും ഹണി റോസിനെ കണ്ട സന്തോഷം അടക്കാൻ വയ്യ. ബാലയ്യയുടെ സിനിമയിലെ നായികയല്ലാത്ത പിന്നെ അന്യഭാഷ പറയുന്ന നാട്ടിലെ നല്ലൊരു ഫാൻ ബേസ് സൃഷ്ടിക്കാൻ ഹണി റോസിനെ കൊണ്ടായി. താരത്തിൻ്റെ ഈ വർഷത്തെ മറ്റൊരു ശ്രദ്ധേയ ഉദ്ഘാടനം ദുബായിലായിരുന്നു. ഹണി റോസിനെ കണ്ടാൽ നൃത്തം ചെയ്യിപ്പിക്കാതെ വിടില്ല അവിടുത്തെ ആരാധകർ. ഇവിടെയും ആ ചരിത്രം ആവർത്തിച്ചു. നൃത്തം ചെയ്യാൻ പറ്റിയ ഗാനം പിന്നണിയിൽ പ്ലേ ചെയ്യപ്പെട്ടതും ഹണി അതിനൊപ്പം നൃത്തം ചെയ്തു. കൂടെ നൃത്തം ചെയ്യാനും ആൾക്കാരുണ്ടായി എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ വർഷം ആദ്യം ഹണി റോസ് ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ഷോറൂമിൻ്റെ മുന്നിൽ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടുന്ന ആരാധകർ ചുറ്റും കൂടിയിരുന്നു. മനോഹരമായ ഗൗൺ അണിഞ്ഞാണ് ഹണി റോസ് ഇവിടെ എത്തിച്ചേർന്നത്. തൻ്റെ വസ്ത്രധാരണത്തെ വച്ചുകെട്ടെന്ന് വിളിച്ചവരോട് പോലും ഹണി റോസ് പറയേണ്ട ഭാഷയിൽ മറുപടി കൊടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ തൻ്റെ ശരീരത്തിലല്ലേ, മറ്റുള്ളവർക്ക് അതിൽ എന്താണ് പ്രയാസം എന്നാണ് ഹണി റോസ് അവരോടെല്ലാമായി ചോദിച്ചത്. അവഹേളനപരമായി നടത്തിയ പരാമർശത്തിൻ്റെ പേരിലാണ് ഹണി റോസ് ബിസിനസ്സുകാരനായ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് ബോബി അറസ്റ്റിലാവുന്നതും ജയിൽവാസം അനുഭവിക്കുന്നതും. എന്നിട്ട് പോലും പ്രതികരിച്ചതിൻ്റെ പേരിൽ ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ ചെറുതായൊന്നുമല്ല ക്രൂശിക്കപ്പെട്ടത്. താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ പലതിലും അതിൻ്റെ പേരിൽ കമൻറ്റ് ബോക്സ് ആക്രമണം നേരിട്ടിരുന്നു. ഞാനും അമ്മയും തൻ്റെ ടീമും ചേർന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ ചേർന്നാണ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഹണി റോസ് പണ്ടേ പറഞ്ഞതാണ്. ഹണി റോസ് നായികയായ മലയാള ചിത്രം റേച്ചൽ ഈ വർഷം റിലീസിന് തയ്യാറെടുക്കുകയാണ്. മണിക്കുട്ടൻ നായകനായ ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെ 13-ാം വയസ്സിലാണ് ഹണി റോസ് മലയാള സിനിമയിൽ എത്തുന്നത്.